പിഴച്ചതെവിടെയെന്ന് ഇംഗ്ലീഷ് കോച്ച് ടുഷേലിന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. കൊന്നിട്ട് പോകുമ്പോൾ ജീവൻ പോയെന്ന് ഉറപ്പാക്കാൻ വിട്ടുപോയതാണോ? പെനാൾട്ടി ബോക്സിന് മുന്നിൽ മെസ്സിയെ നിലയുറപ്പിക്കാൻ അനുവദിക്കാതിരുന്നത് വരെ അയാൾ ജയിച്ചതാണ്. പിറകോട്ടാഞ്ഞവന് അവിടെ എന്താണ് പണിയെന്ന് ചികയാഞ്ഞെടുത്ത് തോറ്റു തുടങ്ങി. ഇടത് മൂലയിലൂടെ ഇംഗ്ലീഷ് ചാനലിലേക്ക് അയാൾ ഒരു തുരങ്കം പണിതു. ആക്രമണം വരുന്ന ദിക്കറിയാതെ എതിരാളികൾ പരക്കം പാഞ്ഞു. പാസും ക്രോസുമേറ്റ് ഇംഗ്ലീഷ് മതിലിൽ തുളകൾ വീണുകൊണ്ടേയിരുന്നു. ആ തുളകളിലൂടെ എൻസോയും നിക്കോയും അവസാനം ലൗതാരോയും തീയുണ്ടകളെയ്തു. 85-ലും പിന്നെ 92-ലും ഇംഗ്ലീഷ് പല കത്തിയമർന്നു. ഗോളിലേക്ക് വഴി തുറന്ന 2 അസിസ്റ്റുകളും ഇംഗ്ലീഷ് പ്രതിരോധത്തെ ചിഹ്ന ഭിന്നമാക്കിയ 9 ഡ്രിബിളുകളും 59 കൃത്യതയാർന്ന പാസുകളും. കരിയറിൽ ആദ്യമായി ഇംഗ്ലണ്ടിനെതിരെ കളിക്കാനിറങ്ങിയവൻ വാരിക്കൂട്ടിയ സമ്പാദ്യം. ആകാശത്തിന് ചുവട്ടിൽ ഏത് മണ്ണും നാടും അയാൾക്ക് സമം. 8 ഗോളിനൊപ്പം 4 അസിസ്റ്റുകളും കൂട്ടിച്ചേർത്ത് മെസ്സി കലാശപ്പോരിലേക്ക് കാലെടുത്തു വെക്കുന്നു. ഗോളെണ്ണത്തിൽ തുല്യാവകാശവാദവുമായി എംബാപ്പെ മറ്റൊരിടത്ത് ലൂസേഴ്സ് ഫൈനലിനിറങ്ങും. ഗോൾഡൻ ബൂട്ടിനുള്ള അവകാശപ്പോരിൽ 39-കാരനെ വെല്ലാൻ എംബാപ്പെ അത്ഭുതങ്ങൾ കാണിക്കണം. വെളിപാട് പുസ്തകത്തിൽ എഴുതപ്പെടാത്ത അധ്യായങ്ങളുടെ നിഗൂഢതയിൽ ഫുട്ബോൾ ലോകവും കത്തിയമരുന്നു. ഗൂഢാലോചനക്കാരും മന്ത്രവാദികളും അസൂയാലുക്കളും അല്പം മാറി നിൽക്കുക. തീക്കാറ്റേറ്റ് നിങ്ങൾ വെന്തുപോകും. ഇത് എല്ലാ മന്ത്രങ്ങളെയും കുതന്ത്രങ്ങളെയും വിഴുങ്ങുന്ന ജാലവിദ്യയാണ്. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ 19-ന് അതിന്റെ അവസാനത്തെ ഷോയാണ്. ആസ്വദിക്കാനുള്ള മനസ്സ് തരാൻ കളിദൈവങ്ങളോട് പ്രാർത്ഥിക്കുക. ബാക്കി കാര്യങ്ങൾ ആ 90 മിനിറ്റിൽ അയാൾ